വിളിച്ചേനെ. എന്നാ ശരി, നീ അത് കഴിഞ്ഞിട്ട് മതി സംസാരം. എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ഞാൻ ചിരിക്കട്ടാ, എൻ്റെ വീട്ടിൽ വന്ന് എന്നെ തല്ലുന്നു. എന്നാ നീ അത് കഴിഞ്ഞിട്ട് സംസാരം. അല്ല നീ അടിയടാ, നീ അടിക്കുന്നീ അടിയാ, നീ അടിക്കാനാ പറഞ്ഞു. പറയാം. 1 2 3 4. ഈ ഊത്തൊന്ന് മാറിക്കോട്ടെ. 5 5 ആയോ? ആ 5ന്റെ അപ്പുറത്ത് ഒരു 0 കൂടെ ഇട്ടാ നിങ്ങൾ നേരത്തെ പറഞ്ഞ കണക്ക് ശരിയാവും. ശരിയാ, മനസ്സിലായോ? കറക്റ്റാണ്. ആണോ മാനോ ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നത്. നിനക്ക് നാണോ ഇല്ലടാ? ഇങ്ങനെ കുടിച്ച് പെടുത്തി ഇങ്ങനെ നടന്നാ മതിയോ? അതല്ല, നിനക്ക് സമൂഹത്തിൽ വല്ല വിലയുണ്ടാടാ? ഈ കള്ളു കുടിച്ചിങ്ങനെ നടന്നിട്ട് നിനക്ക് വല്ല വിലയുണ്ട് ഇവിടെ? ആ ഫെലോ എന്തോ പറഞ്ഞിട്ട് പോയെ? അവനാന്നോ തീരുമാനിക്കുന്നത് കള്ളുകൂടിയന്മാർക്ക് വിലയുണ്ടോ വിലയില്ലയോ എന്ന്? അവൻ അടിച്ചിട്ടുണ്ടെങ്കിൽ പോയെന്താ അച്ഛനത് ഇവിടെ നിൽക്കാതെ? കൊന്നേനെ ഞാൻ റാസ്കൽ ചുപ്പിറ്റ് ഫെലോയെ. സത്യം, അവൻ ഒളിച്ചു പോയി എന്നെ അടിച്ചിട്ട്. നമ്മുടെ കള്ളുകൂടിയന്മാർക്ക് വിലയില്ലെന്ന് അവനാന്നോ തീരുമാനിക്കുന്നത്? ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്? നിങ്ങൾക്കറിയോ, ഞങ്ങളുടെ നാട്ടിൽ വരണം വെള്ളുകൂടിക്കാരൻ്റെ വില അറിയണമെങ്കിൽ. നമ്മളെല്ലാം മാന്യന്മാരാണ്. ഇവിടെ കഴിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും നല്ല സെറ്റപ്പായിട്ട് കഴിക്കുമോ? അപ്പോൾ നമ്മുടെ കാര്യം ഈ പറയുന്നത്. ഇവിടെ അരിക്ക് വില കൂടുന്നു, പെട്രോളിന് വില കൂടുന്നു നാട്ടിൽ. അവിടെ എന്തോ ഒരു സമരവും ബഹളമാണെന്നറിയോ? ഹർത്താലും കാര്യങ്ങളും എല്ലാം വെക്കും. പക്ഷെ ഞങ്ങളുടെ സാധനത്തിന് വില കൂടിയാൽ ഒരു സമരവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അന്തസ്സായിട്ട് പൈസ കൊടുക്കും, വാങ്ങിക്കും, കുടിക്കും. അപ്പോൾ ഞങ്ങളില്ലേ മാന്യന്മാർ. അതുപോട്ടെ, നാട്ടിൽ വെള്ളം പിടിക്കാൻ പെണ്ണുങ്ങൾ നിൽക്കും, പൈപ്പ് ലൈനിൽ പെണ്ണുങ്ങൾ നിൽക്കും. എന്തോ ഒരു ഇടിയും ബഹളമെന്നറിയാവോ? ഞാൻ നിൽക്കാൻ മുമ്പേ നീലക്കൂടെ എൻ്റെ അടി ഇങ്ങോട്ട് മാറ്റടി, ഞാൻ നിൽക്കാൻ മുമ്പേ. എന്തോ ഒരു ഇടിയും ബഹളമെന്നറിയോ? വലിയ ഉദ്യോഗസ്ഥന്മാർ നിൽക്കും കറണ്ട് അടയ്ക്കാൻ. സത്യം, വലിയ ഉദ്യോഗസ്ഥന്മാർ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിൽക്കും കറണ്ട് അടയ്ക്കാൻ. ഒരു ശകലം വെയിൽ വന്നാൽ പൊള്ളുന്നു, കവിള് പൊള്ളും. മഴ പെയ്താൽ നനയും, അവർക്ക് നനയും, പനി പിടിക്കും. പക്ഷെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരണം, അത് നോക്കിക്കോ. നൂല് പിടിക്കുന്ന പോലെ ഞങ്ങൾ പോകുന്നത്. അവിടെ കാറ്റ് വന്നാലും തീമഴ വന്നാലും ഞങ്ങളങ്ങ് എത്തിപ്പറ്റും, അതും ക്ഷമയോടെ. അപ്പോൾ ഞങ്ങളില്ലേ മാന്യന്മാർ. ഇനി ഇതെല്ലാം പോട്ടെ, കഴിഞ്ഞ ജനുവരി 1 നടന്ന സംഭവം ഞാൻ പറയാം. സത്യം, ജനുവരി 1 എല്ലാവരും ആഘോഷിക്കും, ലോകത്തുള്ളൊരു മൊത്തം. പിന്നെ ഞങ്ങൾക്ക് എന്താ ആഘോഷിച്ചാൽ ഞങ്ങൾ കുടിയന്മാർക്ക് ഞങ്ങളെല്ലാം കൂടെ പോയി മരിക്കണോ? ഞങ്ങൾ ആഘോഷിക്കും. ഞങ്ങൾ എന്ത് ചെയ്യും? ഡിസംബർ 31 ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ ക്യൂ നിൽക്കും. 1-ാം തീയതി പറ്റത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. അന്ന് അവധിയാ നാട്ടിൽ. അത് ഞങ്ങൾ 31-ാം തീയതി നിൽക്കും. 30-ാം തീയതി ക്യൂ അങ്ങോട്ട് നിന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന് ഭയങ്കര വെപ്രാളമാണ്. അതൊക്കെ 9 മണിക്ക് ഷട്ടർ ഇടണം. അതിൽ വന്നിട്ട് പറയും 8 8:15 9 9:15 ഞങ്ങളുടെ ക്യൂ തീരുന്നില്ല. വലിയ ക്യൂ അല്ലയോ? അപ്പോൾ ഇയാൾ വന്ന് പറയാം, എന്ത് സംഭവിച്ചാലും ശരി തന്നെ 9:30 എന്നാകുമ്പോൾ ഞാൻ ഷട്ടർ ഇടും. എൻ്റെ കൂട്ടുകാരൻ പുറവറ്റം നിൽക്കുക, അവൻ എന്നേക്കാൾ ഭയങ്കര ദാഹിയ. അവൻ പറഞ്ഞെന്തെന്നറിയോ? നീ ഷട്ടറിടും, പക്ഷെ നീ എൻ്റെ ശവത്തിൽ ചവിട്ടിക്കൊണ്ടേ ഷട്ടറിടുമെന്ന്. മനസ്സിലായോ? അത്രയ്ക്ക് ആത്മാർത്ഥമുള്ളവരാണ് ഞങ്ങൾ. അവനിപ്പോൾ ഈ പറഞ്ഞിട്ട് പോയെന്ത് ഈ റാസ്കൽ സ്റ്റുപ്പിഡ് ഫെല്ലോ. സത്യം. പക്ഷേ നിങ്ങൾ കണ്ട കാര്യം മറക്കരുത്, ഒരു കാര്യം ചിന്തിക്കണം. സ്വന്തം അനുജൻ വീട്ടിൽ ഗുണ്ടയെ വരുത്തി തല്ലിച്ചു. നിങ്ങൾ കണ്ടല്ലേ? ചോദിക്കണ്ടേ? മോളെ ചോദിക്കണ്ടേ? ചോദിച്ചിരിക്കും. ഗംഗാരൻ ചോദിച്ചിരിക്കും, ജീവനുണ്ടെങ്കിൽ ചോദിക്കും. ഭരതം പറ്റിയേ, അത്യാവശ്യമായിട്ടൊന്ന് ഇറങ്ങി വരാൻ, നിന്നെ ഞാനൊരു കുത്തിട്ടാ ഇറങ്ങി വരാൻ. നീ ഗുണ്ടയെ വരുത്തി തല്ലിച്ചിട്ട് അമ്മയുടെ മടി ഇപ്പോൾ ഒളിച്ചിരിക്കുന്നുണ്ടോ ഭരത? ഇറങ്ങി വരാനാ പറഞ്ഞ്. നിന്റെ ചോര കൊണ്ടിന്ന് ഞാൻ അത്തപ്പൂ ഇടും, ഇടും. നിനക്ക് ചുണയുണ്ടേ വാട മതി, വേണ്ട, വെറുതെ
അപ്പൊ ഈ ജ്യേഷ്ഠന്മാർക്ക് അനിയന്മാരെ ഒന്ന് ഉപദേശിച്ചുകൂടായോടാ? ഉടനെ വടിയും കൊണ്ട് ചാടി ഇറങ്ങുന്നതാണോടാ മര്യാദ? നീ ഇതെവിടുന്ന് പഠിച്ചടാ നീ ഇത്? നമ്മുടെ വീട്ടിലല്ലേ നടക്കുന്നുള്ളൂ ഈ ഇടിയും ബഹളവും ഒക്കെ. അനിയഞ്ഞു വന്നേ പൊന്നുമോനെ, എൻ്റെ ഭരതമോനെ, ഭരതമോനെ ഇങ്ങ് വാടാ. ഏട്ടൻ നിനക്കൊരു ഉമ്മ തരടാ. എവിടാടാ ഞാനൊരു ഉമ്മ കൊടുക്കുന്നവര്? അടിച്ച കിക്കും അങ്ങ് പോയി. മോനെ കൊണ്ടുവെക്ക് വടി. നമുക്ക് പാമ്പോ ചേരയോ വരുമ്പോൾ കൊല്ലാനുള്ള വടിയാ. കൊണ്ടുവെക്ക്. അങ്ങനെ തേയല്ലേ മോനെ, തേഞ്ഞു പോകും. കാല വീഴല്ലേ മോനെ, കാല് മുറിയുവേ. ഭയന്നു പോയി. ഇവനൊരു അടി തന്നായിരുന്നു ഞാൻ എന്ത് ചെയ്തേനെ? പക്ഷേ എന്തുകൊണ്ട് അവൻ തല്ലിയില്ല? അതിനെ ചങ്കൂറ്റം എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് വേണം. ചങ്കൂറ്റം അത് അവനില്ല, ഗംഗാനുണ്ട്. ഞാനാണെങ്കിൽ ദേഷ്യം വരികയും ചെയ്യും, ദേഷ്യം വന്നാൽ വടിയെടുക്കുകയും ചെയ്യും, വടിയെടുത്ത തലക്കടിക്കുകയും ചെയ്യും, തലക്കടിച്ച ചോര വരികയും ചെയ്യും. നിങ്ങൾക്കറിയോ? ഗംഗാന് ദേഷ്യം വന്നാൽ വടിയെടുക്കുകയും ചെയ്യും, വടിയെടുത്ത തലക്കടിക്കുകയും ചെയ്യും, തലക്കടിച്ച അതിനെന്താ? എനിക്ക് ദേഷ്യം വരുന്നുമില്ല, ഞാൻ വടിയെടുക്കുന്നുമില്ല, തലക്കടിക്കുന്നുമില്ല, ചോര വരുത്തുന്നുമില്ല. നിനക്ക് മതിയേ? ഈ വെള്ളപ്രാവ് എന്നെ കൊല്ലുന്നേ. മതി വെള്ളപ്പൂതമേ, മതിയടാ, മതി മതി മതി. വിട്ടേരെ വിട്ടേരെ. അലറാമയ്യ എനിക്കൊരു അലറാമയ്യ തുണ്ടാ കാലാ എന്ന് വിട്ടേരെ. അയ്യോ അയ്യോ അയ്യോ, മുണ്ടുണ്ടോ? ഉണ്ട്. അയ്യോ എന്താ കക്കാന്ന്? സഹിക്കുന്നില്ല. രണ്ടെണ്ണം കൊണ്ടപ്പം ഞങ്ങൾ സൂചന തോന്നുന്നു. പക്ഷേ ഇവനിത് ആദ്യം തന്നിരുന്നെങ്കിൽ അവൻ്റെ ഇൻ്റർവ്യൂ നടന്നതിന് ഞാൻ നന്നായും ചെയ്തേനെ. സത്യം. താങ്ക് യു. കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട് മലർ കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ
Thank you.
മറ്റൊരു ജീവിതം ജീവിതം കഴിയുമ്പോൾ മനസ്സിൽ സൂക്ഷിക്കുന്നു നന്മയുടെ നോമ്പുവിട്ട് കൂട്ടിവെച്ച് നിരാനന്ദരുടെ സംഗീതമാക്കും ആസ്വാദകരായി നിൽക്കാം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട നെൽസൺ, ഞങ്ങൾക്ക് വാരിക്കോരി തരാൻ അങ്ങേക്ക് ഉള്ളത് അങ്ങയോടുള്ള പ്രതിഭയോടുള്ള ആദരവിന്റെ ഒരു ആകാശം തന്നെയാണ്. നെൽസനെ ഏറ്റവും ആഹ്ലാദത്തോടെ ആദരവോടെ അഭിമാനത്തോടെ ഈ നന്മയുടെ മുറ്റത്തേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഒപ്പം നെൽസനെ ആദരിക്കുന്നത് നമുക്കൊക്കെ ദിശാബോധം നൽകുന്നത് വയ്യറയും സാഹിബാണ്. രണ്ടുപേരെയും ആഹ്ലാദത്തോടെ ഒപ്പം റസാഖ്, റാഫി, ഷിബിൻ ഷാ. നെൽസന് എപ്പോഴും കരുത്താണ് രാജേഷ്. രാജേഷിനെ ഈ ഷാർജയിലെ തിരുമുറ്റത്ത് സ്നേഹത്തിന്റെ ഒരു വിശുദ്ധമായ മഴവിൽ കാവടി നൽകിയാണ് രാജേഷ്. സജാദ് മച്ചാൻ ചിരിയുടെ മഴ നമ്മിലേക്ക് ഒരുപാട് കാലമായി മരുഭൂമിയിൽ നിന്ന് പെയ്യിക്കുന്നു. സജാദ് മച്ചനെ ആഹ്ലാദത്തോടെ ഞങ്ങളുടെ മുറ്റത്തേക്ക് ക്ഷണിക്കുകയാണ്. വയ്യറിയും മഞ്ഞിന്റെ നൈർമല്യതയുള്ള പാട്ടുകളാണ്. ഇതിന്റെ രചനകള്, മ്യൂസിക് ഒക്കെ തന്നെ നമ്മൾ തൊട്ട് തലോടി പോകുന്ന ഏറ്റവും വിശുദ്ധമായ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും മലയാള പാട്ടിന്റെ ചരിത്രത്തിൽ, പ്രണയത്തിന്റെ ചരിത്രത്തിൽ, ഗസലിന്റെ ചരിത്രത്തിൽ തീർച്ചയായും യു എന്ന ഈ കേസറ്റ് അടയാളപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കേസറ്റിന് ഈ മ്യൂസിക് നൽകിയിരിക്കുന്നത് നമുക്കൊക്കെ പ്രിയപ്പെട്ട മ്യൂസിക് രംഗത്ത്, സംഗീത രംഗത്ത് ഒരു വിസ്മയം തീർക്കാൻ കരുത്തുള്ള, ആഴമുള്ള പ്രതിപാദനനായ ഷിബിൻ ഷയാണ് ഞങ്ങളുടെ യാത്ര ഏറ്റുവാങ്ങുന്നത്. ഷിബിൻ ഷയെ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടാവട്ടെ. റാഫിയാണ് ഈ പാട്ട്, ഈ കേസറ്റിലെ എല്ലാ പാട്ടുകളും എഴുതിയിരിക്കുന്നത്. റാഫി ഇതിന്റെ സംഘാടനം കൂടിയാണ്. തുടക്കത്തിലെ ഉണ്ടായിരുന്ന ശബ്ദത്തിന്റെ ഞങ്ങളുടെ ഒക്കെ പകുതി ജീവൻ പോയിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഒരുപക്ഷെ നിങ്ങളുടെ ക്ഷമ കൊണ്ടാണ് അടി കിട്ടാതെ ഇങ്ങനെ ഇവിടെ നിൽക്കാൻ കഴിയുന്നത് എന്നെ കൊണ്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. റാഫിയെ, അദ്ദേഹത്തെ പറ്റി ഒരുപാട് പറയണം. കാരണം അസാധ്യമായ എഴുത്ത്, ഭാഷയുടെ ഒരു കൃത്രിമത്വമില്ലാതെ ലാളിത്യപൂർവമായ ഭാഷ, ആ ഭാഷയിൽ പ്രണയത്തിന്റെ സൗഗന്ധികം പിരിയുന്നത് എത്ര മനോഹരമായിട്ടാണ് റാഫി എഴുതിയിരിക്കുന്നത്. റാഫിയെ ഈ ഷാർജയുടെ മുറ്റത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ്. വയ്യറയും സാഹിബിന്റെ പുണ്യമായ അബ്ദുറസാഖാണ് ഈ ഒരു ചടങ്ങിന്റെ ഏറ്റവും കരുത്ത്. അദ്ദേഹത്തിന് ഞങ്ങൾ ആദരിക്കുന്നില്ല, മറിച്ച് നമുക്കൊക്കെ ഒരു വലിയ കൈവടിയോടെ അബ്ദുറസാഖ് എന്ന് പറയുന്ന ആത്മസുഹൃത്തിനെ നമുക്ക് ചേർത്ത് വെക്കാൻ ഒപ്പം പങ്കുവെക്കലാണ്. വയ്യറയും സാഹിബ് ഞങ്ങളുടെ ഇത്തിരി ലാളിത്യമുള്ള ഈ ചടങ്ങിലേക്ക് സമ്പത്തും മുരളീധരനും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ അവിടെയുണ്ട്. ഇപ്പോൾ ക്ഷണിച്ചപ്പോ അന്ന് വന്നല്ലോ. അങ്ങയുടെ മഹാമനസ്കതയ്ക്ക് മുമ്പിൽ ഞങ്ങൾ നമിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ ഹാസ്യങ്ങളുടെ എന്നെ പ്രോത്സാഹിപ്പിച്ചതിനും സന്തോഷിപ്പിച്ചതിനും അന്വേഷിച്ചതിനും പ്രാർത്ഥിച്ചതിനും അംഗീകരിച്ചതിനും ഇപ്പോൾ ഈ ആദരിച്ച നടത്തിയതിനും എല്ലാം ഇതേ നന്ദി ഞാൻ നേരിടുന്നു. എനിക്ക് നന്ദി പറയേണ്ടത് ഞാനിപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഉടമ ഷംസു സാറിന്. അദ്ദേഹം എനിക്ക് വളരെയേറെ സഹായമാണ് എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു. തന്ന സഹായത്തിന് സ്റ്റേജിലെല്ലാം അദ്ദേഹം നന്ദിയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ വന്ന സമയം മുതൽ ഞങ്ങളിവിടെ കൊണ്ടുവരികയും ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിട്ട് വിളിക്കുകയും വന്ന സമയം മുതൽ നമ്മളോട് പറഞ്ഞതുപോലെ നല്ല സഹകരണവും സേവനവും ഞങ്ങളെ സഹായിച്ച റാഫിക്കായിരിക്കും എൻ്റെ പേരിൽ നിന്ന് ടീമിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.